അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പ്രിയ സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് നമ്മൾ ഇതിനിടയ്ക്ക് ഒരു സഹോദരി വിരാജ്പേട്ടയിലേക്കുള്ള 5 കിറ്റ് ചോദിച്ചിരുന്നു. ആ കിറ്റാണ് ഇന്ന് പടച്ച റബ്ബിന്റെ അനുഗ്രഹത്താൽ നമ്മൾ പാക്ക് ചെയ്യുന്നത്. അതുപോലെ തന്നെ മറ്റൊരു സഹോദരി ഓർഡർ ചെയ്തതാണിത്. ആ സഹോദരി സദഖയായിട്ട് നൽകുന്നതാണിത് ഞങ്ങളിലൂടെ. അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് ഇതുപോലെ എൻ്റെ എല്ലാ സഹോദരങ്ങളും പങ്കാളികളാവുക. അതുപോലെ തന്നെ ഒരു നിസ്കാര കുപ്പായവും ഞങ്ങളിലൂടെ സദഖ ചെയ്യാണ് മറ്റൊരു സഹോദരി. പടച്ച റബ്ബ് അതിനൊക്കെ അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ. ഇന്നിപ്പോ നമ്മൾ 5 കിറ്റ് പൊതിയാൻ പോകുന്നത് കർണാടകയിലുള്ള ആ സഹോദരി ചോദിച്ച ആ 5 കിറ്റാണ് നമ്മൾ പൊതിയാൻ പോകുന്നത്. മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാ. എന്റെ സഹോദരങ്ങളായ നിങ്ങൾ തന്നതാണ് ഞാൻ മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നത്. ഇതുപോലെ മറ്റുള്ള അർഹതപ്പെട്ട സഹോദരങ്ങൾക്ക് എത്തിക്കുവാൻ ഇനിയും എന്റെ സഹോദരങ്ങളൊക്കെ ഇതിൽ പങ്കാളികളാവണമെന്ന് വിനീതമായിട്ട് ഞാൻ അറിയിക്കുകയാണ്. അപ്പൊ പടച്ചോൻ തന്ന അനുഗ്രഹമാണ് നമ്മുടെ ജീവിതം. അപ്പൊ അതുപോലെ തന്നെ 5 നിസ്കാര കുപ്പായം, പിന്നെ ഒന്നവിടെ ഉണ്ടല്ലേ, 1 2 3 4 5 നിസ്കാര കുപ്പായം, അതുപോലെ 5 കൗണ്ടറുകൾ. വർക്ക് ചെയ്യുന്നുണ്ടോ നോക്കട്ടെ. ഓക്കെയാണ്, ഇത് ഓക്കെയാണ്. റെഡിയാണ് അല്ല, എന്നാലും നമ്മള് കൊടുത്തിട്ട് പിന്നെ വർക്ക് ചെയ്യാതായി പോണ്ട. തങ്ങൾ വർക്ക് ചെയ്യാത്ത തന്നെന്ന് പറയണ്ട. അപ്പൊ അത് 5 കിറ്റ്, 5 കൗണ്ടർ, അതുപോലെ 5 നിസ്കാര കുപ്പായം. ഇപ്പൊ നമ്മളിത് പൊതിയാൻ വേണ്ടി പോവുകയാണ്. പടച്ചോന്റെ വേണ്ടോണ്ട് എല്ലാം ഒറ്റ കളർ തന്നെ ആയിക്കോട്ടെ എന്ന് വെച്ചിട്ടാ. നിസ്കാര കുപ്പായം നിർത്തി വെക്കുന്ന എന്തിനാറോ, മടക്കാനൊരു സുഖത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അതിന്റെ കവർ ഇതിൽ വെക്കുന്നുണ്ട്. അതുപോലെ തന്നെ അതിലേക്കൊരു കൗണ്ടറും. അത് പുതിയ. അപ്പൊ നമ്മൾ ഇതുവരെ കിട്ടിയ കിറ്റില് പറയാനുള്ള സഹോദരങ്ങളെ, നമുക്ക് ഏകദേശം ഇപ്പൊ കിറ്റ് കിട്ടിയിട്ടുള്ളത് പിന്നെ 55 കിറ്റാണ് കേട്ടോ നമുക്ക് കിട്ടിയിട്ടുള്ളത്. കിറ്റ് രൂപേണ നമുക്ക് കിട്ടിയിട്ടുള്ളത് 55 അതിലിപ്പോ 56 കിട്ടിയിട്ടുണ്ട്. 56 കിട്ടിയതിൽ നമ്മളിപ്പോ വർഷോല് കൊണ്ടുകൊണ്ട് 61 കിറ്റ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. 5 കിറ്റ് നമ്മൾ കയ്യിൽ നിന്ന് ഇപ്പൊ കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ എൻ്റെ എല്ലാ സഹോദരങ്ങളും ഇതിലൊക്കെ പങ്കാളികളാവുക. മറ്റുള്ളവർ അർഹതപ്പെട്ട ആളുകൾക്ക് ഒരു കിറ്റ് എത്തിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ എല്ലാ സഹോദരങ്ങളും ഇതിൽ പങ്കാളിയാവണമെന്ന് വിനീതമായിട്ട് ഞാൻ അറിയിക്കുകയാണ്. ഇതുപോലെ ആഗ്രഹിക്കുന്ന പലരും, ചോദിച്ചു വരുന്ന പലരും നമ്മളെ മുന്നിലുണ്ട്. അതുപോലെ നമ്മളെ യൂസുഫ് സർഫുദ്ദീൻ ക, പിന്നെ പലവട്ടം ഞാൻ പറഞ്ഞതാണ്. അതുപോലെ കാസർഗോഡുള്ള ഉമ്മ, ഒരു തിരുവനന്തപുരമുള്ള എൻ്റെ ഒരു സഹോദരന്, അവരൊക്കെ ഇതില് പങ്കാളികളാണ്. നമ്മളെ പിന്നെ കൊണ്ടോട്ടിയിലുള്ള ബഡ്ജറ്റിലൊക്കെ അവരൊക്കെ ഇതില് ഈ 5 കിറ്റില് ഇവരൊക്കെ പങ്കാളികളാവണം. കാസർഗോഡുള്ള ഉമ്മാന്റെ തൊണ്ടയില്, പിന്നെ തിരുവനന്തപുരമുള്ള ആ സഹോദരൻ ഒരു 5 കിറ്റില്, പിന്നെ 1 അദ്ദേഹത്തിന്റെ വകയാണ്. നമ്മൾ സദക്ക കൊടുക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഏതാണോ മുസല്ല ഉള്ളത് അതാണ് കൊടുത്ത് നമ്മൾ തീർക്കുക സഹോദരങ്ങളെ. ഇപ്പൊ റോസ് ഇന്നലെ കുറെ റോസ് പാക്ക് ചെയ്ത് അയച്ചു കൊടുത്തു. അപ്പൊ ഇപ്പൊ നമ്മളെ കയ്യിലുള്ളത് റോസും പിന്നെ ബ്ലാക്കും ആണ് കൂടുതലുള്ളത്. അതുകൊണ്ടാണ് റോസും ബ്ലാക്കും തന്നെ കൂടുതൽ നമ്മൾ പൊതിഞ്ഞു കൊടുക്കുന്നത്. കുറച്ച് അകലം കുറഞ്ഞു പോയി. ഇനി നമുക്ക് കൊടുക്കാനുള്ളത് ഒരു 4-5 കിറ്റും കൂടെ കിട്ടാനുണ്ട് സഹോദരങ്ങളെ. ഒരു 5 ആൾക്കാരും കൂടെ ചോദിച്ച ആളുകളുണ്ട്. അപ്പോ എൻ്റെ സഹോദരങ്ങൾ പറ്റുകയാണെങ്കിൽ ഇതിലൊക്കെ ഓരോരുത്തർ, ഈ പുണ്യമാക്കപ്പെട്ട നല്ലൊരു മാസമാണിത്. റജബ് കഴിയാനായി ഏകദേശം അല്ലേ? എത്രയായി റജബ്? അപ്പോൾ വെറും കിറ്റ് സദക്ക കൊടുക്കൽ മാത്രമല്ല കേട്ടോ, എൻ്റെ സഹോദരങ്ങളായ നിങ്ങളെ വീട്ടിലേക്ക്
ഓരോന്ന് വാങ്ങണമെന്നും കൂടെ ഞാൻ വിനീതമായിട്ട് അറിയിക്കുന്നു. ഇതിപ്പോൾ കിറ്റ് കൊടുക്കുന്നതുകൊണ്ടാണ് ഇപ്പം ഇങ്ങനെ ഒരു പേപ്പർ നമ്മളെ പരസ്യം എക്സ്ട്രാ വെക്കുന്നത്. ഈ പേപ്പർ കഴിയുന്നത് വരെ ഉണ്ടാവുള്ളൂ. ജിഫ്രി തങ്ങളെ സ്റ്റിക്കർ അത് തീരുന്നത് വരെ മാത്രമേ നമ്മൾ വെക്കുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒരു ചെറിയ സ്റ്റിക്കർ, കൂടുതൽ വലിപ്പമില്ലാത്ത രീതിയിൽ, അതായത് ഇന്നും കുറച്ചും കൂടെ ഉണ്ട്. അപ്പോൾ 2 ഇനി അടുത്തത് 3ാമത്തത്. അങ്ങനെ നേർത്തി അങ്ങ് വെച്ചാലോ, 2 മടക്കാക്കിയിട്ട് കുറച്ച് കട്ടിക്ക് വ്യത്യാസമുണ്ടാവും. ഇത് നമ്മളെ നിസ്കാരക്കുപ്പായത്തിൻ്റെ കവറാണ് കേട്ടോ. പാക്കറ്റ് ഉപയോഗിക്കുന്നവർക്ക് പാക്കറ്റ് ഉപയോഗിച്ചോട്ടെ എന്ന് വെച്ചിട്ടാണ് ഇതിൽ വെക്കുന്നത്. കൊണ്ടുപോകണമെങ്കിൽ നല്ലതാണ്, കൊണ്ടുപോകാനും ഒരു ഒതുക്കുള്ളതാണ്. ഇപ്പം നമ്മളെ പുതിയ നിസ്കാരക്കുപ്പായം വന്നതാണ് ഇപ്പം നമ്മൾ പിന്നെ കിറ്റിൽ നമ്മൾ ഉപയോഗിക്കുന്നത് കേട്ടോ. പിന്നെ അത് മാത്രമല്ല, എൻ്റെ സഹോദരങ്ങളോട് പറയാനുള്ള എന്താണ്, നിസ്കാരക്കുപ്പായവും ഈ പല വിധത്തിലും പല കോലത്തിലും പല വിലയിലും ഉണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ മുസല്ല വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് 120 മുസല്ല, 120 നീളവും 80 സെന്റിമീറ്റർ വീതിയുള്ള മുസല്ലയാണ് ഞങ്ങൾ കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ പല സ്ഥലത്തുനിന്നും വാങ്ങുന്നവരുണ്ടെങ്കിൽ മനസ്സിലാക്കേണ്ടത്, ഇതേ മുസല്ല 3 ടൈപ്പിലുണ്ട്. 110 ഉണ്ട്, 110 70 ഉണ്ട്, 170 ഉണ്ട്, അല്ല 160 ഉണ്ട്. പിന്നെ ചെറിയ മുസല്ല 1-2 ആൾക്കാർ ചോദിച്ചിരുന്നു. നമ്മളത് വാങ്ങിയാൽ കുറച്ചായിട്ട് വാങ്ങുമ്പോൾ അത് ശരിയാവില്ല. ഒരു സഹോദരി ചോദിച്ചിരുന്നു, കുട്ടികൾക്കുള്ള നിസ്കാരക്കുപ്പായം വാങ്ങുകയാണെങ്കിൽ വലുതന്നെ അങ്ങ് വാങ്ങിക്കൊടുക്കുക. അപ്പം 3 ഇപ്പം ഇന്ന് പണിയുണ്ട് കേട്ടോ. ഇന്നലെ ഇപ്പോൾ ഒരു ചെറിയൊരു ഓട്ടം പോയിട്ട് വന്നിട്ടേ ഉള്ളൂ. അങ്ങോട്ടെ ഇതെന്തിങ്ങനെ ഇത് മടക്കിയത് എന്തോ ഒരു മാറ്റമുണ്ടല്ലോ, മടക്കിന് ചെറിയ മാറ്റമുണ്ട്. അപ്പോൾ നമ്മളത് 4ാമത്തതാണ് ഇപ്പോൾ പതിയുന്നത് കേട്ടോ. ആ കർണാടകയിലുള്ള സഹോദരി പൈസ കൊടുത്ത് നമ്മളിപ്പോൾ കിറ്റ് വാങ്ങി മറ്റുള്ളവർക്ക് എത്തിക്കുകയൊക്കെ ചെയ്തിന് കേട്ടോ. അപ്പോൾ ആ സഹോദരിയുടെ കെയർ ഓഫിൽ ഇപ്പം നമ്മൾ 3-4 നമ്മൾ അയച്ചു കൊടുത്തിട്ടുണ്ട്. ആ ഒരു 2-3 മക്കൾ ഉള്ളത് നമ്മളൊരു വീഡിയോ ഒരിക്കൽ കാണിച്ചിരുന്നു. ഒരു ക്യാൻസർ ബാധിച്ച് മരണത്തിൽ ദുനിയാവെന്ന് വിട പറഞ്ഞൊരു സഹോദരൻ്റെ കുടുംബത്തിലേക്ക് നമ്മളൊരു അയച്ചു കൊടുത്തിരുന്നു. അപ്പോൾ ഇതുപോലെ ഒരുപാട് ആളുകൾക്ക് എൻ്റെ സഹോദരങ്ങളായ നിങ്ങൾ നൽകുന്നത് കൊണ്ട് ഞാൻ എത്തിച്ചു കൊടുക്കുന്നുണ്ട്. തീർച്ചയായും ഇതിലൊരു കളവോ ചതിവോ വഞ്ചനയോ പടച്ചോൻ്റെ വേണ്ടുകൊണ്ട് 1 കൊല്ലമായി. നമ്മളിപ്പോൾ ഏകദേശം ഈ റമദാൻ 15 വന്നു കഴിഞ്ഞാൽ 1 കൊല്ലമായി സഹോദരങ്ങളെ നമ്മൾ ഈ സംരംഭം ആരംഭിച്ചു. അതിലൂടെ ഒരുപാട് സഹോദരങ്ങൾക്ക്, പിന്നെ ഒരു ഉസ്താദും ടീമും 7 കിറ്റ് സദസ്യമായിട്ട് ചോദിച്ചിട്ടുണ്ട്. ആർക്കെങ്കിലും ഏറ്റെടുക്കാൻ കഴിയെങ്കിൽ ഏറ്റെടുക്കുക. ഞാൻ ഇതന്നെ പറയുമ്പോൾ എല്ലാവർക്കും ഒരു അലോസരാവും, നമ്മളിതിങ്ങനെ ചോദിക്കുമ്പോൾ. അപ്പോൾ പറ്റുന്നവരൊക്കെ ഈ കിറ്റിൽ പങ്കെടുക്കുക. ഈ സംവിധാനത്തിൽ അല്ലാഹു തആല ഈ നൽകുന്ന സദക്ക തീർച്ചയായിട്ടും നിങ്ങൾക്ക് വെറുതെ ആക്കൂല. അതിൻ്റെ ഇരട്ടി അള്ളാഹു നിങ്ങളെ കയ്യിലേക്ക് തന്നെ എത്തിക്കട്ടെ, അത്രേ പറയുന്നുള്ളൂ. പടച്ച റബ്ബ് തന്ന അനുഗ്രഹമാണ് നമ്മളെ ജീവിതം. ആ ജീവിതം കൊണ്ട് ഏതെങ്കിലും ഒരു ഉമ്മമാർക്ക് വാങ്ങാൻ കഴിയാത്ത ഉമ്മമാരുണ്ടെങ്കിൽ
അല്ലെ വാങ്ങാൻ കഴിയാത്ത സഹോദരിമാർക്ക് നമ്മൾ എത്തിക്കുമ്പോൾ തീർച്ചയായും നല്ലൊരു മുസല്ലയിൽ നല്ലൊരു നിസ്കാര കുപ്പായത്തിൽ അവർ സന്തോഷത്തോടെ നിസ്കരിക്കുമ്പോൾ അതിനുള്ള പ്രതിഫലം ഓരോ സുജൂദിലും ഇതിൻ്റെ ഇടയിൽ പങ്കാളിയായ എനിക്കും കിട്ടും, എൻ്റെ സഹോദരങ്ങളായ നിങ്ങൾക്കും കിട്ടും സഹോദരങ്ങളെ. അപ്പോൾ ഒരുപാട് കടബാധ്യതയും പ്രയാസങ്ങളൊക്കെ ഉള്ള എനിക്ക് എൻ്റെ സഹോദരങ്ങളായ നിങ്ങൾ തന്നെയാണ് കുറച്ചുകൊണ്ട് കൊണ്ടുകൊണ്ട് റബ്ബ് നിങ്ങളെ കയ്യിൽ ഇവിടെ എന്നിലേക്ക് എത്തിച്ചത്. ഇനി ചെറിയൊരു സാമ്പത്തിക പ്രയാസം കൂടെ ഉണ്ട്, അതും കൂടെ അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് കരകയറണം. അതും കൂടെ കരകയറിയാലേ കുറച്ചുകൊണ്ട് കൊണ്ടുകൊണ്ട് സമാധാനമാവുള്ളൂ. ഏകദേശം 2 ലക്ഷം ഉറുപ്പ്യൻ്റെ അടുത്ത് കടമുണ്ട്. ഇവരിപ്പോൾ നമ്മൾ മുസല്ല കച്ചവടം ചെയ്തിട്ട് അതിൽ നിന്നൊന്നും നമുക്ക് എടുക്കാൻ കഴിഞ്ഞില്ല. കാരണം എന്താ പറഞ്ഞാൽ മുസല്ല തീരാനാകുമ്പോൾ അടുത്ത ഓർഡർ ചെയ്യും. പിന്നെ ഇതിൽ നിന്നുള്ള ഇപ്പോൾ നമ്മൾ ഈ ചെയ്യുന്ന പ്രവൃത്തിയിൽ വലിയൊരു ലാഭം ഇല്ലാതെയാണ് സഹോദരങ്ങൾ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ചെറിയൊരു സംഖ്യ ലാഭം വെച്ചാണ് ഇപ്പം നമ്മൾ ചെയ്യുന്നത്. വലിയൊരു ലാഭം നമുക്കിതിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. എന്നാലും അൽഹംദുലില്ലാ ഈ സംരംഭം കൊണ്ട് മുമ്പോട്ട് പോകുമ്പോൾ ഒരുപാട് സഹോദരിമാർക്ക് ഒരുപാട് ഉമ്മമാർക്ക് നമുക്ക് എത്തിക്കാൻ കഴിയുന്നുണ്ട് നിങ്ങൾ തരുന്നത് കൊണ്ട്. അപ്പോൾ മുസല്ല തീരാനാകുമ്പോൾ നിസ്കാര കുപ്പായം തീരും. നിസ്കാര കുപ്പായം തീരാനാകുമ്പോൾ വീണ്ടും മുസല്ല വാങ്ങാനായി. ഇതുവരെ കടത്തിലേക്കൊന്നും ഇതുവരെ എത്തിയിട്ടില്ല. കൃഷ്ണനെ കൊണ്ട് അള്ളാഹു എത്തിക്കും എന്നുള്ള പ്രതീക്ഷയിലാണ്. അപ്പം നമ്മളെ 5 കിറ്റ് കർണാടകയിലേക്കുള്ള 5 കിറ്റാണ് നമ്മളിപ്പോൾ റെഡി ആയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മളെ 5 കിറ്റ് റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. നമ്മളെ വിരാജ്പേട്ടയിലേക്കുള്ള 5 കിറ്റ് അള്ളാന്റെ ആഗ്രഹം കൊണ്ട് റെഡിയാവുകയാണ്. നല്ലോണം ഒട്ടിച്ചാലേ പാക്കിംഗ് ഒരു സുഖമുള്ളൂ. അപ്പം നമ്മൾ ടാപ്പ് തീരുമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ പാക്കിങ് മോശമാക്കലില്ല. ഇൻഷാ അല്ലാഹ് നമ്മളെ അഡ്രസ്സ് വെക്കണം. ഒരു അഡ്രസ് വിരാജ്പേട്ട എന്ന് പറയുന്ന സ്ഥലത്ത് എന്താണ് പേര്? കല്ലുപാണ എന്നുള്ള സ്ഥലം കേട്ടോ. കല്ലുപാണ എന്നുള്ള സ്ഥലത്തേക്കാണ് നമ്മളിപ്പോൾ പാക്ക് ചെയ്ത് അയച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നിപ്പോൾ എന്തായാലും കൊണ്ടോട്ടിയിൽ പോകുന്നുണ്ട്. പോകുന്ന കൂട്ടത്തിൽ അയച്ചു കൊടുക്കാമെന്ന് കരുതിയിട്ടാണ്. അഡ്രസ്സ് ഫുള്ള് കവർ ചെയ്യുന്നവർ തന്നെ ടാപ്പ് കൊണ്ട് നമ്മൾ കവർ ചെയ്തിട്ടേ കൊടുക്കുള്ളൂ. കാരണം അഥവാ നനവോ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവണ്ടെന്നുള്ള രീതിയിൽ. വിരാജ്പേട്ടയ്ക്ക് എത്താനുള്ളതല്ലേ, കൊടുക്കുമ്പോൾ അതിൻ്റെതായ രീതിയിൽ കൊടുത്താൽ
നമ്മളെ നിസ്കാര കുപ്പായം വന്ന കവറല്ലേ. ഇങ്ങനെയൊക്കെ ഒട്ടിക്കുന്നല്ല സങ്കടം. ഇത് പൊളിച്ചെടുക്കുന്നത് കാണുമ്പോൾ ഒരു ബേജാറുണ്ട്. ഇങ്ങനെ ഒട്ടിക്കാതിരിക്കാനും പറ്റില്ല. കാരണം പാർസലിന്റെ അവരങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വലിച്ചെറിയുമ്പോൾ കേട് വരരുത് എന്നുള്ള ഉദ്ദേശത്തിലാണ് അങ്ങനെയൊക്കെ ടൈപ്പ് ഒട്ടിക്കുന്നത്. എൻ്റെ മുമ്പ് ഒരു താത്ത വെച്ചത്, എന്തിനാണ് ഞങ്ങൾ ഇത്ര ടൈപ്പ് ഒട്ടിക്കുന്നത്? നമ്മൾ കൊടുക്കുന്നത് ആ വൃത്തിയിലെത്തട്ടെ, പോരെ. മാഷാ അല്ലാ, അൽഹംദുലില്ലാ, നമ്മളെ വിരാജ്പേട്ടയിലേക്കുള്ള കിറ്റ് റെഡി ആയിട്ടുണ്ട്. ഇൻഷാ അല്ലാ ഇതുപോലെ പലർക്കും കിറ്റ് കൊടുക്കാൻ എൻ്റെ സഹോദരങ്ങളായ നിങ്ങൾ തന്നാൽ ഞാൻ ഇൻഷാ അല്ലാ എത്തിക്കും. ഒരു ഉസ്താദുമാര് 7 ഉസ്താദുമാര് 7 കിറ്റ് ചോദിച്ചിട്ടുണ്ട്. ഞാൻ അറിയിക്കാമെന്ന് ചോദിച്ചു നോക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാ കിട്ടിയാൽ ഞാൻ എത്തിക്കാമെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പറയാനുള്ളത്, പലർക്കും ഇതുപോലെ എത്തിക്കാൻ എൻ്റെ സഹോദരങ്ങളായ നിങ്ങൾ ഒരു 800 രൂപ തോതിൽ അയച്ചു തരികയാണെങ്കിൽ ഇൻഷാ അല്ലാ ഞാൻ ഓരോരുത്തർക്കും എത്തിച്ച് ഇനി അഥവാ നിങ്ങൾക്ക് കിറ്റ് കഴിയുന്നില്ലെങ്കിൽ എന്താണോ നിങ്ങൾക്ക് ഏറ്റെടുക്കാൻ കഴിയുന്നത് അത് നിങ്ങൾക്ക് വെറുതെ ആവില്ല സഹോദരങ്ങളെ. അപ്പോൾ നമ്മളെ വിരാജ്പേട്ടയിലേക്കുള്ള കിറ്റ് റെഡി ആയിട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാ ഇതുപോലെ എല്ലാവർക്കും മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ അല്ലാഹു തആല അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ. ഈ സദക്കയിൽ പങ്കാളിയാവുന്ന സഹോദരങ്ങൾക്ക് അല്ലാഹു തീർച്ചയായും അതിനുള്ളൊരു അനുഗ്രഹം നൽകുമാറാകട്ടെ. അല്ലാഹു തന്ന അനുഗ്രഹമാണ് നമ്മുടെ ജീവിതം. ആ ജീവിതം കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന നന്മകൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക. എല്ലാവരും ഈ മുസല്ല വാങ്ങുക, നിസ്കാര കുപ്പായം വാങ്ങുക. 313 രൂപക്കാണ് എൻ്റെ സഹോദരങ്ങളായ നിങ്ങളിലേക്ക് ഞാൻ മുസല്ല എത്തിക്കുന്നത്. പുറത്തുനിന്ന് 450 രൂപ 500 രൂപ ഓൺലൈനിൽ വില കണ്ടിട്ടാണ് എനിക്ക് സങ്കടം തോന്നിയത്. കാരണം 650 രൂപ 800 രൂപ ഒക്കെയാണ് ഈ മുസല്ലക്ക് വാങ്ങുന്നത്. അപ്പോൾ ഓൺലൈനിലൂടെ എങ്ങനെയാ ചെയ്യേണ്ടത് എന്താണെന്നുള്ളത് എനിക്കറിയില്ല. അങ്ങനെ ഞാൻ നോക്കുന്നുണ്ട്. ഇൻഷാ അല്ലാ അല്ലാഹു തആല അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ. ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. അല്ലാഹു അർഹമായ പ്രതിഫലം ഇത് ലോകത്തും നൽകുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.